നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. 20 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകളിൽ ഇടം പിടിക്കുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള നടിയാണ് നയൻതാര. നടിയുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വകാര്യ ജീവിതമാണ്. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. 2022 ജൂൺ 9 നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത്. 6 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം നടന്ന വിവാഹം ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളെ അടക്കം ക്ഷണിച്ച് ആഘോഷമായാണ് നയൻതാരയും വിഘ്നേഷും നടത്തിയത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ്. അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവച്ചെത്തുന്നത്. അതുപോലെ തന്നെ അഭിമുഖങ്ങളും താരം അങ്ങനെ നൽകാറില്ല. എല്ലാ കാര്യത്തിലും കർശന നിബന്ധനയും നിലപാടുകളും ഒക്കെ ഉണ്ടായിരുന്ന നയൻതാര അടുത്തിടെ വ്യാപക വിമർശനങ്ങളാണ് വരുത്തിവെച്ചത്. കുടുംബത്തെക്കുറിച്ചും നടിയുടെ കരിയറിനെ കുറിച്ചും ഒക്കെ വളരെ മോശമായ പ്രതികരണങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടിക്കടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുള്ളത് കൊണ്ട് തന്നെ 40 കഴിഞ്ഞതോടെ നയൻതാരയ്ക്ക് കഷ്ടകാലമാണല്ലോ എന്നാണ് ആരാധകരും പറയുന്നത്. അടുത്തിടെ ഫെമി നയൻ എന്ന പേരിൽ നടിയുടെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ഇൻഫ്ലുവൻസർമാരും സാധാരണക്കാരുമൊക്കെ ഈ ചടങ്ങിനെത്തി. എന്നാൽ വരാമെന്ന് പറഞ്ഞതിനേക്കാളും 6 മണിക്കൂറോളം വൈകിയാണ് നടി ഭർത്താവുമായി അവിടേക്ക് എത്തുന്നത്. മാത്രമല്ല പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും താല്പര്യം കാണിച്ചതുമില്ല. ഇത്തരത്തിൽ നയൻതാരയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വൈറലാവുകയാണ്. പരിപാടിക്കെത്തിയ നടി ഭർത്താവ് വിഘ്നേഷ് ശിവനൊപ്പം ചിലരുമായി ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. മാത്രമല്ല നടിയോട് കുറച്ചുകൂടി നടുഭാഗത്തേക്ക് നിൽക്കാമോ എന്ന് ഫോട്ടോഗ്രാഫർ ചോദിക്കുമ്പോൾ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു നയൻതാരയുടെ പ്രതികരണം. നിവർത്തികേട് കൊണ്ട് ഫോട്ടോയ്ക്ക് നിൽക്കേണ്ടി വന്നതാണെന്ന് വ്യക്തമാക്കുന്ന മുഖഭാവങ്ങളാണ് നയൻതാരയിൽ കാണാൻ സാധിക്കുന്നത്. ഇതോടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളിലൂടെ ആരാധകരും നയൻതാരയുടെ അഹങ്കാരത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ നയൻതാര ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇടുന്നത് പോലെയാണ് പെരുമാറുന്നത്. അവിടെ ഉള്ളവരൊക്കെ സാധാരണക്കാരാണെന്ന് സൂപ്പർ സ്റ്റാർ മനസ്സിലാക്കണം. അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നു. താനില്ലാതെ കോളിവുഡ് ഇൻഡസ്ട്രി മുന്നോട്ട് പോകില്ലെന്നാണ് അവരുടെ വിചാരം. ഭ്രാന്തന്മാരായ ആരാധകരാണ് അവർക്കു വേണ്ടി പണം പാഴാക്കുന്നത്. ശരിക്കും ഇവിടെ ധാരാളം പുതിയ നായകന്മാർ രംഗത്ത് വരുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നയൻതാരയ്ക്ക് ഇതെന്ത് പറ്റിയതാണ്? മുൻപൊന്നും കാണാത്തതുപോലെ പരുക്കൻ പെരുമാറ്റമാണ് എല്ലായ്പ്പോഴും. ശരിക്കും ഇവർക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല. ഒന്നുകിൽ തലക്കനം, അല്ലെങ്കിൽ താൻ എന്തോ വലിയ ആളായെന്ന് തോന്നൽ. ഇത് രണ്ടും നടിക്ക് ദോഷം ചെയ്യുമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. മൂക്കുത്തി അമ്മൻ 2 എന്ന സിനിമയാണ് നയൻതാരയുടെ പുതിയ ചിത്രം. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിനിടെ നടി മീനയോട് അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിലും നയൻതാര വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. നടി മീനയോടുള്ള നയൻതാരയുടെ പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത്. ബാലതാരമായി സിനിമാ ലോകത്തെത്തിയ നടൻ ശിവാജി ഗണേശൻ നായകനായ നെഞ്ചകൾ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി വേഷമിട്ടത്. നവയുഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മീന നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. അതേ വർഷം തന്നെ ഏരുനാപ്പ കത്തി എന്ന തമിഴ് ചിത്രത്തിലും നായികയായി നടി. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച രജനീകാന്തും കമലും മുതൽ മമ്മൂട്ടിയുടെ മോഹൻലാലും വരെയുള്ളവരുടെ കൂടെ ഇന്നും നായികയായി അഭിനയിക്കുന്ന മീനയ്ക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. എന്നാൽ അങ്ങനെയുള്ള മീനയെ നയൻതാര അപമാനിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം. പൂജാ ചടങ്ങിൽ നിന്നുമുള്ള ചില വീഡിയോകളിൽ നയൻതാര മീനയ്ക്കും ഖുഷ്ബുവിനുമൊപ്പം വേദി പങ്കിടുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതായി കാണാം. ഖുഷ്ബുവിനെ നയൻതാര കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയം അത്രയും അരികിലുണ്ടായിരുന്ന മീനയെ നയൻതാര ഒന്ന് നോക്കുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇതിനിടെ മീനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. ആടിൻ കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന സിംഹമാണ് സ്റ്റോറിയിലുള്ളത്. ആടുകൾ തന്നെക്കുറിച്ച് എന്ത് പറയുന്നുവെന്നോ എന്ത് ചിന്തിക്കുന്നുവെന്നോ ആലോചിച്ച് സിംഹം സമയം കളയാറില്ല എന്നാണ് ചിത്രത്തോടൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നത്. മറ്റൊരു സ്റ്റോറി മീന പങ്കുവച്ചിട്ടുണ്ട്. നിന്റെ പരിശുദ്ധമായ ഹൃദയത്തെ ഓർത്ത് അഭിമാനിക്കുക. എല്ലാവർക്കുമുള്ള ഒന്നല്ല അത്. ആ വാക്കുകളാണ് മീന പങ്കുവച്ചിരിക്കുന്നത്. മീനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി തന്നെ അവഗണിക്കുകയും അതുവഴി അവഹേളിക്കുകയും ചെയ്ത നയൻതാരയ്ക്കുള്ള മറുപടിയാണെന്നാണ് ചില ആരാധകർ പറയുന്നത്. സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. അതേസമയം വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മൂക്കുത്തി അമ്മൻ 2. നേരത്തെ ചിത്രത്തിൽ നയൻതാരയെ നായികയാക്കുന്നതിനെ ചിലർ വിമർശിച്ചിരുന്നു. ദേവിയായി അഭിനയിക്കാൻ നയൻതാരയേക്കാൾ യോഗ്യതയുള്ള മീനയ്ക്കാണെന്നായിരുന്നു ചില ആരാധകർ വാദിച്ചത്. മൂക്കുത്തി അമ്മൻ 2വിന്റെ പൂജയ്ക്ക് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച നടന്നത്. നയൻതാര ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്ന നടിയാണ്. അതിനാൽ ദേവിയാക്കാൻ പാടില്ലെന്നാണ്
അവർ വാദിച്ചത്. മൂക്കുത്തി അമ്മന്റെ ആദ്യ ഭാഗത്തും നയൻതാരയായിരുന്നു നായിക. RJ ബാലാജി ആയിരുന്നു ആദ്യ ഭാഗം സംവിധാനം ചെയ്തത്. ചിത്രം വലിയ വിജയം നേടുകയും ചെയ്തു. ഉർവശി, റെജീന കാസൻഡ്ര, യോഗി ബാബു, അഭിനയ എന്നിവരും രണ്ടാം ഭാഗത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മീനയും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. 100 കോടിയാണ് സിനിമയുടെ ബജറ്റ് എന്നാണ് കരുതപ്പെടുന്നത്. മൂക്കുത്തി അമ്മനിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായി നയൻതാരയും കുടുംബവും വ്രതത്തിലാണെന്ന് നിർമ്മാതാവ് ഇഷാരി കെ ഗണേഷ് പറഞ്ഞിരുന്നു. 1 മാസമായി നയൻതാരയും കുഞ്ഞുങ്ങളും അടക്കം വ്രതത്തിലാണ്. സിനിമ ഇതിലും വലിയ രീതിയിലാകും ഒരുക്കുക. റിലീസ് അതിലും വലുതായി പാൻ ഇന്ത്യൻ റിലീസ് ആയാകും എത്തുക എന്നും നിർമ്മാതാവ് വ്യക്തമാക്കി. ഈ സിനിമയുടെ ഷൂട്ടിന് മുൻപും നയൻതാര വ്രതം എടുത്തിരുന്നു. ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു യുവാവിന്റെ മുന്നിൽ മൂക്കുത്തി അമ്മൻ പ്രത്യക്ഷപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രം പറഞ്ഞത്. അതേസമയം കരിയറിൽ ഒരു ഇടവേളയിലാണ് നയൻതാര ഇപ്പോൾ. 2023 പുറത്തിറങ്ങിയ അന്നപൂർണി ദ ഗോഡസ് ഓഫ് ഫുഡാണ് നയൻതാരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഈ ചിത്രം വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു. പോയ വർഷം പുറത്തിറങ്ങിയ നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയും വിവാദത്തിൽപ്പെട്ടിരുന്നു. ഡോക്യുമെന്ററിക്കായി അനുവാദമില്ലാതെ ഞാനും റൌഡി താൻ സിനിമയുടെ രംഗങ്ങൾ ഉപയോഗിച്ചതിന് ധനുഷ് താരത്തിന് വക്കീൽ നോട്ടീസ് അയച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ടെസ്റ്റാണ് നയൻതാരയുടെ റിലീസ് കാത്തു നിൽക്കുന്ന സിനിമ. പിന്നാലെ മലയാളത്തിലേക്കും നയൻതാര തിരികെ വരും. മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയിലൂടെയാണ് നയൻതാരയുടെ തിരിച്ചുവരവ്. കന്നഡ ചിത്രം ടോക്സിക് അടക്കമുള്ള സിനിമകളും അണിയറയിലുണ്ട്. നേരത്തെ ജവാനിലൂടെ ബോളിവുഡിലും നയൻതാര അരങ്ങേറ്റം കുറിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടിയുടെ പേര് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. നടിയുടേതായി നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു. ഇതിൽ ഞാനും റൌഡി താൻ എന്ന സിനിമയിലെ BTS വീഡിയോ ഉപയോഗിച്ചതായിരുന്നു വിവാദത്തിന് ആധാരം. സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയൻതാര രംഗത്ത് 3 പേജുള്ള കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തിയിരുന്നത്. എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ധനുഷ് ഒരുക്കമായിരുന്നില്ല. സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര അന്ന് മൊബൈലിൽ എടുത്തുവച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത്. 3 സെക്കൻഡ് വീഡിയോ ഉൾപ്പെട്ട ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ധനുഷ് 10 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചത്. ടെലിവിഷൻ അവതാരകയായി എത്തി മലയാള സിനിമയിലേക്കും അവിടെ നിന്ന് തന്റെ കരിയർ ആരംഭിച്ച നയൻസ് വളരെ പെട്ടെന്ന് തന്നെ തമിഴകത്തെ ഏറ്റവും താരമൂല്യമുള്ള നായികയായി മാറുകയായിരുന്നു. നയൻതാര ഇപ്പോൾ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാറില്ല. പ്രൊമോഷൻ ഇവന്റുകളിൽ പങ്കെടുക്കാറില്ല. സാധാരണ വിവാഹം കഴിഞ്ഞാൽ മാർക്കറ്റ് നഷ്ടമാകുമെങ്കിലും നയൻതാരയുടെ താരമൂല്യത്തിന് കുറവ് വന്നിട്ടില്ല.